വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നവരും വഴികാട്ടികളുമാകേണ്ടവരാണ് അധ്യാപകർ. പൊതുവെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ. എന്നാൽ കോഴിക്കോട് വടകരയിലെ അധ്യാപകരായ കാവ്യയുടെയും കീർത്തനയുടെയും ജീവിതം നിഗൂഢതകൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെയാണ് ദുരൂഹമായ പല ഇടപാടുകളും പുറത്തുവന്നത്. വടകരയിൽ ലഹരി ഇടപാട് കേസിൽ ഉൾപ്പെട്ട 2 അധ്യാപകരെയും പുറത്താക്കിയിട്ടുണ്ട്. കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. കാവ്യ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്നാണ് BRC അധികൃതർ പറയുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും. മാത്രമല്ല കുറ്റക്കാർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടിയുമായി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകും. SSKയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വിവരം നമ്മൾ പോലീസിൽ നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ ടീച്ചർ കീർത്തന എന്ന് പറഞ്ഞ ടീച്ചർ, അവർ BRCയിലെ സ്പെഷ്യലിസ്റ്റ് PET ആണ്. അവരെ നമ്മൾ അപ്പോൾ തന്നെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു, അവരെ ഡിസ്മിസ് ചെയ്തു. രണ്ടാമത്തെ ആളെ കേസ് കഴിഞ്ഞ ദിവസം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 3 ആളും ഡൈവോഴ്സ് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തുല്യ ദുഃഖിതരെ എന്ത് ചെയ്യും, ഒരു കാര്യങ്ങൾ പോലെ ഒന്നിച്ചാവുമല്ലോ. അതുപോലെയാണ് നമ്മൾ കരുതിയത്. ഈ കീർത്തനന്റെ ഇതിന് ശേഷം ഞാൻ ചോദിച്ചു, നീ ഒരു കാറൊക്കെ വാങ്ങിയല്ലോ? അന്നേരം പറഞ്ഞു, ആങ്ങള ഗൾഫിലാണ്, ആങ്ങള എനിക്ക് ഓടിക്കാൻ തന്നതാണ് ടീച്ചറെ, എനിക്ക് അതിലൊരു പങ്കുമില്ല, കാറ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടം പറ്റിയ സമയത്ത് BRCകളിൽ നിന്ന് വലിയ തുക പിരിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റു BRCകളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിന് മേലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാണ് പെട്ടെന്ന് ആ സാമ്പത്തിക നില മാറിയത്. അത് നമ്മൾ പൊതുവെ ഓളെ കാണുമ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെന്നൊന്നും നമുക്കല്ല, അങ്ങനെ പ്രയാസമുള്ള ആളുകളെ ഒരു ഔട്ട്ലുക്ക് കണ്ടാൽ തിരിയുന്ന ഒരവസ്ഥ അല്ലേ, അതൊന്നും കാണാൻ തിരിയല. അങ്ങനെ ഒരു ആഷ്പുഷായിട്ടാണ് നടക്കുകയൊക്കെ ചെയ്യാൻ. ലഹരി സംഘങ്ങൾ വൻ തുകയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റിലായ അധ്യാപിക കീർത്തനയ്ക്കും കാവ്യയ്ക്കും ഇടപാടിലുള്ള പങ്ക് എന്തായിരുന്നുവെന്നും കണ്ടെത്തണം. പണമിടപാട് മാത്രമാണോ അതോ സംഘത്തിലെ സുപ്രധാന കണ്ണികളോ ലഹരി മരുന്ന് ക്യാരിയർമാരോ ആയിരുന്നു എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നടന്നിട്ടുണ്ടെന്നും വ്യക്തമാണ്. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ്. 2 അധ്യാപകർ ലഹരി കേസിൽ പിടിയിലാകുന്നു. നമ്മൾ കേട്ടുകേൾവി പോലുമില്ല. പക്ഷേ ഇതിന് ശേഷം ഈ കാവ്യയുടെയും കീർത്തനയുടെയും അവരുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഡംബര ജീവിതം നയിക്കുന്നു. ജീവിതത്തിൽ ഇതിന് മുൻപ്, അതായത് ഏതാനും നാളുകൾക്ക് മുൻപ് വരെയും ഈ സമൂഹത്തിലെ പലരും സഹായിച്ചിരുന്നു എന്ന് പറയുന്നു. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിന്ന 2 യുവതികൾ പിന്നീട് അവരുടെ ജീവിത സാഹചര്യം മാറുന്നു. ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? ഇവരുടെ ഈ ലഹരി ക്യാരിയർമാരായിരുന്നു ഇവർ, അതോ പ്രധാനപ്പെട്ട കണ്ണികളായിരുന്നോ? ടോം, നമ്മൾ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട പിടിയിലാകുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ വരെ പോലും ഇത്തരം ലഹരി ഇടപാടുകളുടെ ഒരു കണ്ണികളായി മാറുന്നത്, അല്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന വാർത്തകളൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ 2 അധ്യാപികമാർ, അത് പുരുഷന്മാർ പോലുമല്ല, 2 ചെറുപ്പക്കാരായ 2 അധ്യാപികമാർ ഇത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഇടപാടുകാർ ആവുന്നു എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ്, പ്രത്യേകിച്ചും ഇത് BRC, അതായത് സർവശിക്ഷ അഭിയാന്റെ ഒക്കെ കീഴിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപകരാണ്. അവർ പലപ്പോഴും പല സ്കൂളുകളിലായി ജോലി നോക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ ഈ കാവ്യ തന്നെ ആവട്ടെ, കോഴിക്കോട് പേരാമ്പ്ര ടൗണിനടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിനോട് ചേർന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ, അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു അധ്യാപികയായിരുന്നു. കീർത്തന ആവട്ടെ ഒരു ഫിസിക്കൽ ട്രെയിനർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുൻ കായിക താരമായിരുന്നു. അവർ പിന്നീട് ഒരു ഫിസിക്കൽ ട്രെയിനറായി മാറുകയും അത്തരത്തിൽ കായിക പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപിക. പല ദിവസങ്ങളിലും പല സ്കൂളുകളിൽ പോയാണ് ആ കുട്ടികൾക്ക് ആ കായിക പരിശീലനം നൽകിയിരുന്നത്. അതായത് 100% ഒരു ഫിസിക്കൽ ഫിറ്റ്നസും, അല്ലെങ്കിൽ അത്തരം ഒരു ഫിസിക്കൽ ഫിറ്റ്നസിലേക്ക് കുട്ടികളെ നയിക്കേണ്ട ഒരു അധ്യാപിക തന്നെയാണ്. അവർ തന്നെയാണ് ഈ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ആകെയുള്ള കഥയ്ക്കൊരു 2 ആഴ്ചത്തെ പഴക്കമുണ്ട്. ആദ്യം ഈ റിസ്വാൻ എന്ന ഒരു യുവാവിനെയാണ് മയക്കുമരുന്ന് കേസിൽ
വടകര പോലീസ് പിടികൂടുന്നത്. അതിനുശേഷം ഈ റിസ്വാന്റെ ബാങ്ക് രേഖകൾ മറ്റും പരിശോധിക്കുകയും അയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അയാളും ഈ ആദ്യം പിടിയിലായ കീർത്തന എന്ന അധ്യാപികയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയത്. നിരവധി ഇടപാടുകൾ ഇരുവരുടെയും ഫോണിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഒപ്പം ഇവരുടെ അക്കൗണ്ട് രേഖകളിലും വലിയ തുകകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് റിസ്വാൻ ഈ കീർത്തനയ്ക്ക് ഈ കാര്യത്തിലുള്ള അല്ലെങ്കിൽ ലഹരി ഇടപാടിലുള്ള ബന്ധം കണ്ടെത്തിയത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചത്. അതായത് ഈ റിസ്വാനുമായി മയക്കുമരുന്ന് വാങ്ങാനായി MDMA വാങ്ങാനായി ബന്ധപ്പെടുന്ന ആളുകൾ പണം അയച്ച് നൽകുന്നത് ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണ്. ആ കീർത്തനയ്ക്ക് ഈ അക്കൗണ്ടിലേക്ക് പണം നൽകിയാൽ തൊട്ട് പിന്നാലെ ഈ മയക്കുമരുന്ന് വാങ്ങേണ്ട ഇടം ചൂണ്ടിക്കാട്ടിയുള്ള ലൊക്കേഷൻ അയച്ചു നൽകും. ഈ വാട്സാപ്പിലേക്ക് തന്നെ അയച്ചു നൽകും. അത്തരത്തിൽ ആ ലൊക്കേഷനിൽ പോയി നിൽക്കുമ്പോൾ അവിടെ മറ്റൊരു ഇടനിലക്കാർ വരികയും അവർ ഈ MDMA സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇടപെടലുകളാണ്. ഇതിനുശേഷമാണ് പിന്നെ കീർത്തനയുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു. കീർത്തനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കീർത്തനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി BRCയിൽ ഉള്ള അല്ലെങ്കിൽ പല സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഒരേ സമയത്ത് എല്ലാവരും ഒന്നിച്ച് കാണുന്ന ഈ കാവ്യ എന്ന അധ്യാപികയുമായും ഈ മയക്കുമരുന്ന് ഇടപാടുകാർക്ക് ബന്ധമുണ്ട് മനസ്സിലാക്കിയത്. പിന്നീട് ഈ കാവ്യയുടെ അക്കൗണ്ട് പരിശോധിച്ചു. കാവ്യയുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെയും കാണാൻ കഴിഞ്ഞത് ഈ കീർത്തനയുടെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഈ മറുവശത്ത് കാവ്യം നടത്തിയിരുന്നതാണ്. അതായത് കാവ്യയുടെ ഫോണിലേക്കും നിരവധി പേര് പണം അയച്ചു നൽകും. ആ പണത്തിനുള്ള ലൊക്കേഷൻ അപ്പോൾ തന്നെ കാവ്യ നൽകുന്നു. ആ ലൊക്കേഷനിൽ പോകുമ്പോൾ മറ്റൊരാൾ വീണ്ടും അവിടെ വരുന്നു. അവിടെ നിന്നും മയക്കുമരുന്ന് ശേഖരിക്കുന്നു. അങ്ങനെ ഒരു കണ്ണി പോലെ പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ മേലുള്ള വിശദമായ പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. കാരണം മറ്റ് സമാനമായ അധ്യാപകർ കൂടി അല്ലെങ്കിൽ മറ്റ് ആളുകൾ കൂടി ഈ കണ്ണിയുടെ ഭാഗമായിട്ടുണ്ടോ, എത്രമാത്രം വിപുലമായ മയക്കുമരുന്ന് ശൃംഖലയാണ് ഇതെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനകളും പുരോഗമിച്ചു വരികയാണ്. എന്തായാലും വലിയ സാമ്പത്തിക നിലപാടുകളോ സാമ്പത്തിക ചുറ്റുപാടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക നിലയോ ഒന്നും ഉണ്ടായിരുന്ന രണ്ട് യുവതികളായിരുന്നില്ല ഇവർ. കാരണം ശരാശരി സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നും വന്നിരുന്ന കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ അങ്ങേയറ്റം ദാരിദ്ര്യപരമായ ഒരു ജീവിതം നയിച്ചിരുന്നവരാണ്. നമുക്ക് നേരത്തെ ഇവരോടൊപ്പം സഹപ്രവർത്തകരായി നിൽക്കുന്ന BRCയിലെ കോർഡിനേറ്റർ പറയുന്നതിന് നമുക്ക് കേൾക്കാം. അവർക്ക് ഒരു അപകടത്തിൽ പരിക്കേറ്റ ശേഷം കാവ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങാൻ പണമില്ലാതെ BRCയിലെ മറ്റ് അധ്യാപകരും മറ്റുമൊക്കെ ചേർന്ന് പണം പിരിവിട്ട് 2 ലക്ഷം രൂപയോളം ഈ യുവതിക്ക് നൽകിയാണ് ചികിത്സാ ചെലവുകളും പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പിന്നീട് പക്ഷേ എന്നാൽ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് പ്രകടമാവുന്നത്. വലിയ മുതൽ മുടക്കുള്ള വസ്ത്രധാരണ ശൈലിയിലേക്കൊക്കെ അവർ അതാണ് വിശദമായി പരിശോധിക്കേണ്ടത്. ഇതിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാമ്പത്തിക സഹായം തേടിയ അതിനുവേണ്ടി സഹപ്രവർത്തകർ സാമ്പത്തികമായി സഹായിക്കുന്നു. അതിലൊരാളുടെ ഒരു അധ്യാപികയുടെ അമ്മയ്ക്ക് ക്യാൻസർ, കുടുംബജീവിതം തകരുന്നു. അതായത് ഭർത്താവ് കുട്ടിയുമായി പോയി, അത് ബന്ധം വേർപിരിഞ്ഞു പോയി എന്നുപോലുമുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ രണ്ടുപേരുടെയും ജീവിതത്തിലെ നിഗൂഢതകൾ, ദുരൂഹതകളടക്കം പുറത്തു വരേണ്ടതാണ്. അനീഷ്, ഇവിടെ നിരവധി സ്ത്രീകളെ മറയാക്കി ലഹരി കേസ്, ലഹരി സംഘങ്ങൾ, ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ക്യാരിയർമാരാക്കുന്നു, ഇടനിലക്കാരാക്കുന്നു. അത്തരം ചില വിവരങ്ങളുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ കാവ്യയും കീർത്തനയും അല്ലാതെ കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമോ? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും താമരശ്ശേരി മേഖലയൊക്കെ കേന്ദ്രീകരിച്ച് സ്ത്രീകളെ വൻതോതിൽ ഈ മയക്കുമരുന്നിനെ കണ്ണികളാക്കി മാറ്റുന്നത്. പക്ഷേ അവിടെയൊക്കെ പലപ്പോഴും അവരിലേക്ക് നേരിട്ടുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ നടത്തുന്നതിനപ്പുറം അവരെ ഒരു മറയാക്കി ഉപയോഗിക്കുന്ന സാഹചര്യമാണ് കണ്ടിരുന്നത്. കാരണം ഒരു ആഡംബര കാറിൽ ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇവരൊക്കെ ചേർത്ത് പോകുമ്പോൾ ഈ പരിശോധനകളിൽ നിന്നും പലപ്പോഴും രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കുടുംബമായി പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെയായി പോകുമ്പോൾ വാഹനമൊക്കെ തടഞ്ഞു നിർത്തിയുള്ള വിശദമായ പരിശോധന നടത്തില്ല എന്നൊരു കണക്കൂട്ടിൽ അന്നൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കേസുകളും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അധ്യാപകർ തന്നെ കാരിയേഴ്സായി മാറുക, അല്ലെങ്കിൽ അധ്യാപകരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വരിക, അവർ ഈ ലൊക്കേഷൻ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒപ്പം ഒരു കായിക പരിശീലകയാണ് ഈ കീർത്തന. അതുകൊണ്ട് തന്നെ ഈ കായിക പരിശീലനം ഇവരുടെ പക്കൽ നിന്നും നേടിയ കുഞ്ഞുങ്ങളോട് ഏത് തരത്തിലായിരിക്കും ഇവർ ഇടപെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തതയില്ല. നാട്ടുകാരടക്കം പറയുന്നത് ഇക്കാര്യം
പരിശോധിക്കണമെന്നാണ്. കാരണം ഈ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഇവരുടെ അടുത്തെത്തുന്ന കൗമാരക്കാരായ കുട്ടികൾക്കോ ഒക്കെ ഒരുപക്ഷെ ഇവർ ഇത്തരം ഈ മയക്കുമരുന്നൊക്കെ കൈമാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർ പണം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് ജീവിച്ചു വന്നിരുന്ന 2 സ്ത്രീകളായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്ന് നമുക്കിപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒപ്പം ഈ സ്ഥാപനത്തിൽ തന്നെ, അതായത് ഇവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ തന്നെ പല അധ്യാപകരും ഒരുപക്ഷെ ഈ ചങ്ങലയുടെ ഭാഗമാണോ എന്ന സംശയമുണ്ട്. മറ്റൊരു അധ്യാപിക കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 2 പേരോടൊപ്പം അടുത്തിടപഴകി ഇരുന്ന ഒരു അധ്യാപികയാണ്, ഇവരുടെ അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു അധ്യാപികയാണ്. ഒപ്പം ഈ 2 അധ്യാപകരും, കീർത്തനയും കാവ്യയും തങ്ങളുടെ ഭർത്താക്കന്മാരുമായി പിരിഞ്ഞിരിക്കുകയായിരുന്നു എന്നാണ് BRCയിൽ പറയുന്നത്. നമ്മളോട് അവരത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്ക് മുന്നിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടാകും. കാരണം സമാന മനസ്കരായ 2 ആളുകളാണ്, ഒരേ രീതിയിലെ ജീവിത ദുഃഖങ്ങളെ നേരിടുന്ന ആളുകളാണ്. അങ്ങനെയുള്ളൊരു മാനസിക പൊരുത്തം ഉണ്ടായിരിക്കാം എന്നൊക്കെയാണ് അവർ ധരിച്ചിരുന്നത്. അപ്പോൾ ഇതിനൊപ്പമാണ് മൂന്നാമതൊരു അധ്യാപിക കൂടി ഇവരോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും അവരിത്തരം ഈ മയക്കുമരുന്നിന്റെ കണ്ണിയാണോ അല്ലെങ്കിൽ ഈ കാവ്യയും കീർത്തനയും നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എങ്കിലും അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങുന്നുണ്ട് പോലീസ്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഈ 2 അധ്യാപികമാരും. ഇനി ഇവരെ 2 പേരെയും കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ് ചോദ്യം ചെയ്യും. ഇരുവരെയും ഇരുത്തിയുള്ള വളരെ വിശദമായ ചോദ്യം ചെയ്യൽ കഴിയും. അതിനുശേഷമാവും എത്രമാത്രം വിപുലമാണ് ഈ മയക്കുമരുന്ന് ശൃംഖലയെന്നും ഇവർക്ക് കേവലം ഈ ലൊക്കേഷൻ അയച്ച് പണം സ്വീകരിച്ച് മ്യൂൾ അക്കൗണ്ടുകൾ പോലെ കൈമാറി അടുത്ത ആളിലേക്ക് പണം വഴിമാറ്റുന്നത് മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ പരിശോധന നടക്കും. എന്തായാലും ജോലിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അവർ കൃത്യമായി ഇടപെട്ടിരുന്നില്ല എന്നാണ് നമുക്ക് ഇവർ ജോലി ചെയ്ത സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ മാതാപിതാക്കളും ഒപ്പം ആ സ്കൂളുകളിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് അധ്യാപകരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. കാരണം ഇത്രമേൽ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിരുന്ന ഒരു മയക്കുമരുന്ന് ഇടപാടുകാരിയാണോ തങ്ങളുടെ കുട്ടിയെ പഠിപ്പിച്ചതെന്ന സംശയമാണ് അവർക്കുള്ളത്. ഏതാണ്ട് 1 വർഷം മുമ്പ് വരെയൊക്കെ ഒരു കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയായിരുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ കാവ്യയുടെയും കീർത്തനയുടെയും ഒക്കെ പെരുമാറ്റത്തിൽ വലിയ അസ്വാഭാവികത ദൃശ്യമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പലപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല. രാത്രി കാലങ്ങളിലൊക്കെ ക്ലാസ്സിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം ഒരുപക്ഷെ പകൽ സമയങ്ങളിലൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവരെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംബന്ധിച്ച് വിശദമായ പരാതിയും ദുരൂഹതകൾ നിറഞ്ഞതാണ് അധ്യാപകരായ കാവ്യയുടെയും കീർത്തനയുടെയും ജീവിതം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.